ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഞങ്ങളുടെ ഗാർഡനിലുള്ള ചെറി ടൊമാറ്റോയുടെ ഒരു കുഞ്ഞു ഹാർവസ്റ്റിംഗ് വീഡിയോ ആണ് കേട്ടോ. പിന്നെ UAE ഈ ചൂടത്ത് നമുക്ക് എങ്ങനെ സർവേ ചെയ്ത് ഈ ടൊമാറ്റോയിലേക്ക് നിർത്തിയേക്കാം, അതുപോലെ തന്നെ ഞാൻ ചെയ്ത കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഗാർഡൻ വീഡിയോസ് ഒക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാമേ. കാണാനും അതുപോലെ തന്നെ ഗുണങ്ങളുടെ കാര്യത്തിലായാലും ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞ ഈ ഒരു ചെറി ടൊമാറ്റോ നമ്മുടെ നോർമൽ ടൊമാറ്റോ പിടിച്ചു വരുന്നതിനേക്കാളും ഒത്തിരി ടൊമാറ്റോസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. UAE വെജിറ്റബിൾ ഗാർഡന് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വിൻ്റർ സീസണിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നമ്മളിത് ചെയ്തു തുടങ്ങണം. ഞാനിവിടെ ചെറി ടൊമാറ്റോയുടെ സീഡുകളൊക്കെ കളക്ട് ചെയ്തേക്കുന്ന നമ്മുടെ നോർമലായിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കറി വയ്ക്കാൻ വാങ്ങിക്കുന്ന തക്കാളിയുടെ വിത്തുകളാണ് കേട്ടോ ഇതിൽ പാവിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ കാണപ്പെടുന്ന മണലാണ്, അപ്പോൾ അതിൽ കുറച്ചൊന്ന് നനച്ചിട്ടാണ് കേട്ടോ ഞാൻ വിത്തുകൾ പാവി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കുറച്ചൊന്ന് വലുതായി വന്നപ്പോൾ അതിലേക്ക് ചാണകപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒക്ടോബറിലാണ് കേട്ടോ ഇത് നട്ടിട്ടുണ്ടായിരുന്നത്. 2-3 മാസം കൊണ്ട് തന്നെ നന്നായിട്ട് വളർന്ന് ഒരുപാട് കായ്കൾ നമുക്ക് കിട്ടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ ഒരു ചെറി ടൊമാറ്റോ. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനെ കെയർ ചെയ്യണം. ഇതിങ്ങനെ വള്ളികളായിട്ടാണ് കേട്ടോ വലുതായിട്ട് വരുമ്പോൾ പിടിച്ച് വരുന്നത്. അപ്പോൾ നല്ലോണം നമ്മൾ പിടിച്ച് കെട്ടിക്കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതിൻ്റെ പൂകൾ കൊഴിയാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കമ്പ് ഒടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ പിടിച്ച് കെട്ടിക്കൊടുക്കുമ്പോൾ ഈ ചെറിയ ടൊമാറ്റോ കമ്പുകൾ ഒടിഞ്ഞു പോകാതെ നന്നായി വളരും കേട്ടോ. ഒരുപാട് വലിയ വള്ളികളായിട്ടാണ് കേട്ടോ വളർന്നു വരുന്നത്. ഇതിപ്പോൾ എൻ്റെ കുറച്ച് വളർന്നു വന്നിട്ടേ ഉള്ളൂ. നന്നായിട്ട് പൂ പിടിച്ച് വരും കേട്ടോ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് കൊണ്ട് തന്നെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഇലകളിലൊക്കെ ഒത്തിരി പുഴുകൾ വന്ന് കൂട് വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ ആവശ്യമില്ലാത്ത വലിയ വലിയ ഇലകളും അതുപോലെ തന്നെ ഉണങ്ങിയ ഇലകളും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. രാവിലെയും വൈകിട്ട് നന്നായിട്ട് നനച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഒത്തിരി വെള്ളം അതിൻ്റെ ചുവടെ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ പാടില്ല. കാര്യം തക്കാളികൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേര് അഴുകി പോകാൻ ചാൻസ് ഉണ്ട്. UAE ക്ലൈമറ്റിൽ വിൻ്റർ സീസണിൽ നമുക്ക് ഒരു നേരം നനച്ച് കൊടുത്താൽ മതിയാവും. പക്ഷേ സമ്മറായി വരുന്തോറും നമ്മൾ 2 നേരം നന്നായിട്ട് നനച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ തക്കാളി ചെടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഫെബ്രുവരിയിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഒരു 3-4 മാസം കൊണ്ടാണ് ഈ തക്കാളി ചെടി ഇത്രയും നന്നായിട്ട് വലുതായി ഒത്തിരി തക്കാളികൾ പിടിച്ച് വന്നേക്കുന്നത്. ഒത്തിരി കൊലകൾ പോലെയാണ് കേട്ടോ ഇതിങ്ങനെ പിടിച്ച് വരുന്നത്. കാണാനും നല്ല ഭംഗിയാണ്. ഇതിന് വളമായിട്ട് യൂസ് ചെയ്യുന്നത് ചാണകപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുണ്ടാവുന്ന വേസ്റ്റും പച്ചക്കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ വേസ്റ്റും അതും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ട് നനച്ച് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം 2-3 ദിവസം പുളിപ്പിച്ചത് ഒത്തിരി വെള്ളം ചേർത്തിട്ട് അതിൻ്റെ ചുവടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് വേരിൻ്റെ അടുത്തോട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് അങ്ങോട്ട് ഡിസ്റ്റൻസ് ഇട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇലകളിലൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ മുട്ടയുടെ തോടും മണ്ണിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. തക്കാളിക്കൊക്കെ കാൽസ്യത്തിൻ്റെ അളവ് നന്നായിട്ട് വേണം, അപ്പോൾ അങ്ങനെ മുട്ടത്തോട് പൊടിച്ചിട്ട് കൊടുക്കാറുണ്ട്. വേറെ പെസ്റ്റിസൈഡ്സും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെറിയ ടൊമാറ്റോകൾ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കഴിഞ്ഞ 3 വർഷമായിട്ട് ഇങ്ങനെ ടൊമാറ്റോയും വേറെ പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നമുക്ക് ഹാർവസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.